ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരല്പം ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ വിഷയം, നമുക്കൊന്ന് കുമ്പസാരിച്ചാലോ. കുമ്പസാരം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ചിരി തോന്നും, ചിലർക്കും വെറുപ്പ് തോന്നാം, നീരസമൊക്കെ തോന്നിയേക്കാം. പക്ഷെ എന്തായാലും ഈ നോമ്പ് കാലത്ത് നമ്മൾ സഭയായിട്ടും അല്ലാതെയൊക്കെ പറയുന്നൊരു കാര്യമാണ് കുമ്പസാരിക്കണമെന്ന്. കുമ്പസാരം എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും കൺഫെഷൻ അത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്നാണ് നമ്മൾ സഭ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, കുമ്പസാരത്തെക്കുറിച്ച് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ പഠിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കപട കുമ്പസാരം ഒരാളെ ഇരട്ടി പാപിയാക്കുന്നു എന്നാണ്. എന്താണ് ഈ കപട കുമ്പസാരം എന്ന് വിചാരിക്കുമായിരിക്കും. ശരിയായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയാതെ കാര്യങ്ങൾ നമ്മൾ മറച്ചു വെച്ച് രക്ഷപ്പെടുന്ന ഒരു രീതി, കുമ്പസാരമെന്ന് പേരിന് മാത്രം ചെയ്യുന്ന അതൊക്കെ ദൈവസന്നിധിയിൽ അതൊക്കെ കപട കുമ്പസാരമായിട്ട് കണക്കാക്കപ്പെടുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കും. തന്നെയല്ല, പലർക്കും അതിൽ താല്പര്യമില്ല, അതിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ കുമ്പസാര രഹസ്യം പുറത്ത് പറയാൻ പാടില്ലെന്നാണ് നമ്മളുടെ സഭ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മൾ പാരമ്പര്യമായിട്ട് നോക്കിയാൽ അല്ലാതെയൊക്കെയും ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാൽ പോലും കുമ്പസാരത്തിന് വളരെ വാല്യൂ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പാപി തൻ്റെ പാപം ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളതെന്ന് ചോദിച്ചേക്കാം. ബൈബിൾ ഇങ്ങനെ പറയുന്നു. 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നുവെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു കൺഫെഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു, നമ്മളുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വെൻ വി കൺഫസ് അവർ സിൻസ് ടു ഗോഡ്, ഹി ക്ലെൻസസ് അസ് ഫ്രം ഓൾ അൺറൈറ്റിയസ്നെസ് ത്രൂ ദി ബ്ലഡ് ഓഫ് ദി ലാംബ്, ദ ജീസസ് ക്രൈസ്റ്റ്. നാം ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ കുമ്പസാരത്തിൻ്റെ 1-2 ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. സിൻസിയറായിട്ട് നമ്മളുടെ ആ മാനസാന്തരം എങ്ങനെ ആയിരിക്കണമെന്ന്, നമ്മളുടെ കൺഫെഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് നല്ല 2 വിഷയങ്ങൾ എടുത്ത് പറയുവാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഒന്നാമതായി നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 ഭാഗങ്ങളിൽ നമുക്ക് നമ്മൾ സാധാരണ പറയാറുള്ള ധൂർത്തുപുത്രൻ എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ മകൻ്റെ, അതായത് കർത്താവ് ഒരു അപ്പന് 2 മക്കളെക്കുറിച്ച് ഉള്ള ഒരു കഥയിൽ ഒരു ഉപമ പറയുന്നതായും അതിനകത്ത് ധൂർത്തുപുത്രനായ രണ്ടാമത്തെ മകനെക്കുറിച്ചും നമ്മൾക്ക് ആ സ്റ്റോറിയൊക്കെ അറിയാവുന്നതാണ്. ആ വിഷയത്തിൽ ആ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആ മകന് എങ്ങനെയാണ് അവൻ കൺഫെഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ സ്നേഹനിധിയായ പിതാവിൻ്റെ മുൻപിൽ ഇങ്ങനെ ഏറ്റു പറയുമെന്ന് ഹൃദയത്തിൽ അവൻ്റെ സ്വയം തീരുമാനം എടുക്കുകയാണ്. അവൻ തൻ്റെ മനസ്സിൽ തന്നെ ഒരു ഡയലോഗൊക്കെ റെഡിയാക്കി അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുന്നതെന്ന് 15-ാം അധ്യായം 18-ഉം 19-ഉം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു: അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് അവൻ പറഞ്ഞ് അവന് അപ്പൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അവൻ്റെ ഹൃദയത്തിൽ കരുതിയിരുന്ന ഡയലോഗാണിത്. അവൻ അവിടെ അപ്പൻ്റെ വീട്ടിലേക്ക് എത്താറായപ്പോൾ ദൂരെ നിന്ന് തന്നെ അപ്പൻ ദൂരെ നിന്ന് തന്നെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മകൻ അപ്പനോട് ഇങ്ങനെ പറയുന്നു:
അപ്പം ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് അവൻ ബാക്കി പറയാനൊന്നും എൻ്റെ അപ്പൻ വിട്ടില്ല. അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവനിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിന് ഉത്തരം പറയാൻ നിൽക്കാതെ വേലക്കാരോട് വിരുന്നൊരുക്കുവാനൊക്കെ പറയുന്നതായ ഒരു അപ്പനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവൻ്റെ പാപത്തെയും അവൻ്റെ അനീതിയെയും അല്ലെ അവൻ അപ്പനോട് കാണിച്ചതോ ചേട്ടനോട് കാണിച്ചതായ ആ കാര്യങ്ങളൊന്നും ഓർക്കാതെ പൂർണ്ണമായിട്ടും ദൈവം ക്ഷമിക്കുന്ന പോലെ അവൻ ആദ്യമായിട്ട് അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. സ്വർഗത്തോടെന്ന് പറയുമ്പോൾ ദൈവത്തോടും തൻ്റെ സ്വന്തം പിതാവിനോടും പാപം ചെയ്തു എന്ന് ഏറ്റു പറയുന്ന ഒരു മകൻ്റെ കൺഫെഷൻ, അതാണ് നമുക്കും ആവശ്യം. മറ്റൊരു വ്യക്തിയുടെ കൺഫെഷൻ നമ്മൾ കാണുകയാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ നാം സൂക്ഷിച്ച് ശ്രദ്ധയോടെ വായിച്ചാൽ സക്കായിയുടെ ഒരു കുമ്പസാരം കാണുവാനായിട്ട് സാധിക്കും. 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒരു ഒറ്റയ്ക്ക് ഏറ്റുപറച്ചിലിനെ സക്കായി ആ ഒറ്റ ഏറ്റുപറച്ചിൽ കൊണ്ട് രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ അബ്രഹാമിൻ്റെ പുത്രനായി മാറുന്നു, അവൻ്റെ ഭവനത്തിന് രക്ഷ വന്നു എന്ന് ബൈബിൾ പറയുന്നു. യേശു ക്രിസ്തുവാണത് പറഞ്ഞത്. അവന് യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ കാക്ഷിച്ചിട്ട് അവൻ ആഗ്രഹത്തോടുകൂടി പോകുന്നതും ആ സ്റ്റോറിയൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ആ ഇൻസിഡൻറ്റിനെ വീണ്ടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യേശു പറഞ്ഞിട്ടോ അല്ല മറ്റുള്ളവർ പറഞ്ഞിട്ടോ ഒന്നുമല്ല, സഹായി സ്വയമായിട്ടാണ് ഏറ്റുപറച്ചിൽ ചെയ്യുന്നത്. ചുങ്കക്കാരിൽ പ്രമാണിയൊക്കെ ആയിരുന്നു, ധനവാനായിരുന്നു. അവൻ്റെ ഏറ്റുപറച്ചിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സ്വയം എടുത്ത തീരുമാനവും ഏറ്റുപറച്ചിലുമാണ് നാം ഇവിടെ കാണുന്നത്. അവനോട് ആരെങ്കിലും പറഞ്ഞിട്ടല്ല, അവൻ്റെ സ്വയം തീരുമാനമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു ഏറ്റുപറച്ചിലിൽ കൂടി കർത്താവ് പറയുന്ന ഈ ഭവനത്തിൻ്റെ രക്ഷ വന്നു. ഇവനും അബ്രഹാമിൻ്റെ പുത്രന് അവൻ്റെ ആ ഒരു ഏറ്റുപറച്ചിലിൽ കൂടി അവന് രക്ഷിക്കപ്പെടുകയും അബ്രഹാമിൻ്റെ പുത്രനായി അവൻ മാറുകയും അവൻ്റെ ഭവനത്തിന് രക്ഷ വന്നുവെന്ന് നമ്മൾ കാണുന്നു. ചതിവായി ആരോട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടി തിരിച്ചു കൊടുത്തോളാമെന്ന് പറയുന്നതായ ഒരു സക്കായി. അപ്പോൾ എത്രമാത്രം അവന് ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ കുമ്പസാരം നടത്തിയതെന്ന് നമുക്ക് കാണാവുന്നതാണ്. നമ്മളിൽ പലരും നമുക്ക് കുമ്പസാരിക്കാനായിട്ടൊന്നും നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാറോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ ചതിവായി വാങ്ങിയതോ ചതിവായി പറഞ്ഞതോ എടുത്തതോ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ചതോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധേടല്ലെന്നുള്ളതാണ്. എന്നാൽ ഇതെല്ലാം ദൈവത്തിന് അറിയാവുന്നു. പക്ഷെ നമ്മൾ സക്കായിയെ പോലെ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊരു കൺഫെഷൻ നമ്മുടെ ഹൃദയത്തിലും അത് നടത്തിയിട്ട് ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഒരു രക്ഷയും നമ്മുടെ ഭവനത്തിനും നമ്മുടെ ജീവിതത്തിനും ഒരു പാപമോചനവും അതോടൊപ്പം തന്നെ നമ്മൾക്ക് രക്ഷയും പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കൺഫെഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കിയാൽ നമ്മളെക്കുറിച്ച് തന്നെ ഒരു സെൽഫ് ഡിസ്ക്ലോസ് ചെയ്ത് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാകുന്നത് വെച്ചാൽ അതൊരു റെഗുലർ ബേസിസിൽ ചെയ്യുമ്പോൾ നമ്മൾ മോർ സെൻസിറ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് വരുന്നത് തന്നെയല്ല, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതെന്നും നമ്മളുടെ രീതികൾ, നമ്മളുടെ ഹാബിറ്റ്സ്, അതുപോലെ തന്നെ നമ്മളുടെ ബിഹേവിയർ മാത്രമല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിന് പോലും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ ചിന്തകൾ, അതുപോലെ തന്നെ നമ്മളുടെ ഫീലിങ്സ്, ഇതൊക്കെയും നമ്മളുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെയും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അതുപോലെ അതിലുള്ള തെറ്റും ശരിയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ കൺഫെഷൻ ചെയ്യുന്നതിൽ കൂടെ നമ്മൾ കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളെ തന്നെ സ്വയം ഒരു ബോധവാന്മാരായിട്ട് കൂടുതലായിട്ട് നമ്മളുടെ സ്വഭാവത്തിലുള്ള മാറ്റം വരുത്തിക്കൊണ്ട് നമുക്കൊരു കറേജിയസായിട്ട് മുമ്പോട്ട് നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ സൈക്കോളജിക്കലി നമുക്കൊരു ഹീലിംഗ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ
ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളേറ്റ് പറയുമ്പോൾ ദൈവം നമ്മളോട് എല്ലാ കാര്യങ്ങളും ക്ഷമിക്കുന്നുവെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഈ ഒരു നോമ്പ് കാലത്ത് ദൈവം നമുക്കൊരു നല്ല കുമ്പസാരം നടത്തുവാനായിട്ടും നമ്മളുടെ ജീവിതത്തിൻ്റെ രീതികളെയൊക്കെയും മാറ്റി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള കൃപ ചെയ്യാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അതിന് സഹായകരമാകട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. അങ്ങനെ നമുക്ക് ഒരു നല്ല കുമ്പസാരം നടത്തി ഒരു നല്ല വ്യക്തിത്വങ്ങളായി മാറാം. അതിനായി ദൈവം എല്ലാവരും സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബൈ.